നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ മുസ്ലിം ലീഗും നാളെ കോഴിക്കോട് ചേരുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. വിജയസാധ്യത കുറഞ്ഞ സീറ്റുകൾ വെച്ചു മാറണോ എന്ന കാര്യം പരിഗണനയിൽ ഉണ്ട് താനും. നാളെ സംസ്ഥാന കമ്മിറ്റിയുണ്ട്. ചർച്ചയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ എടുക്കാൻ പോകുന്ന സമീപനവും കാര്യമൊക്കെ പറയാവുന്നിടത്തോളം നാളെ പറയാം. ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി എന്നുള്ളതിൽക്ക് അതേ സീരിയസ്നെസ്സിൽ അത്ര തന്നെ സമയബന്ധിതമായി ഞങ്ങളും കാര്യങ്ങൾ തീരുമാനിക്കും. UDF ഇപ്പോൾ അതിനുള്ള വർദ്ധിച്ച ആവേശമുണ്ട്. മാത്രമല്ല UDF അങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു ഭദ്രതയും ഇപ്പോൾ ഉണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ഗോകുൽ. കോൺഗ്രസിന്റെ ക്യാമ്പ് വയനാടിൽ പുരോഗമിക്കുമ്പോൾ തന്നെയാണ് മുസ്ലിം ലീഗും UDFന്റെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ടുള്ള വലിയ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ സാഹചര്യത്തിലൊക്കെ വർദ്ധിത വീര്യത്തോടു കൂടിയിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നത് എന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത്. നേരത്തെ നമ്മൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് ശിഹാബ് അലി തങ്ങളുടെ പ്രതികരണമൊക്കെ എടുത്ത സമയത്ത് മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റിന് അർഹതയുണ്ട് എന്ന കാര്യമൊക്കെ അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നാളെ നടക്കുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ചർച്ചയാവും. കോഴിക്കോട് രാവിലെ 10 മണി മുതലാണ് സംസ്ഥാന ഭാരവാഹി യോഗം തുടങ്ങുക. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ തവണ 27 സീറ്റിലായിരുന്നു മുസ്ലിം ലീഗ് മത്സരിച്ചത്. അതിൽ പ്രധാനമായിട്ടും കോഴിക്കോടും മലപ്പുറവുമായിരുന്നു മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്നത്. 12 സീറ്റിൽ മലപ്പുറത്തും 6 സീറ്റിൽ കോഴിക്കോടും കാസർഗോഡ്, കണ്ണൂർ, തൃശ്ശൂർ, എറണാകുളം, കൊല്ലം ജില്ലകളിലൊക്കെ ഓരോ സീറ്റുകളിൽ വീതവും മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ തെക്കൻ ജില്ലകളിൽ കൂടി മുസ്ലിം ലീഗിന്റെ മത്സരിക്കാൻ ഒരു അവസരം നൽകണമെന്ന ആവശ്യം മുസ്ലിം ലീഗിനകത്ത് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. നേരത്തെ തിരുവനന്തപുരത്തൊക്കെ മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്നു. ആ കാര്യങ്ങളും ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തെക്കൻ ജില്ലകളിലേക്ക് കൂടി മുസ്ലിം ലീഗിന്റെ സംഘടനാ പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്നൊരു ആവശ്യം മുസ്ലിം ലീഗിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെക്കൻ ജില്ലകളിൽ ഏകദേശം 220ഓളം ജനപ്രതിനിധികളെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിന് സാധിച്ചു. 30ഓളം തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രധാനപ്പെട്ട പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ആളുകളായി മുസ്ലിം ലീഗ് മാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ വക കാര്യങ്ങളൊക്കെ, അതായത് തെക്കൻ ജില്ലകളിലേക്ക് പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമായി നിയമസഭാ സീറ്റ് നൽകണമെന്ന ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നാളെ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം വനിതാ യുവ പ്രാതിനിധ്യം ഏത് രീതിയിൽ വേണം എന്ന കാര്യവും നാളത്തെ മുസ്ലിം ലീഗ് ഭാരവാഹി യോഗത്തിൽ ചർച്ചയാവും. കഴിഞ്ഞ തവണ ഒരാൾ മാത്രമാണ് വനിത കോഴിക്കോട് സൗത്തിൽ നിന്നായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ആർക്കൊക്കെ സീറ്റ് നൽകണം, ഒന്നിലധികം സീറ്റുകൾ നൽകേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയാവും. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും യുവ പ്രാതിനിധ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം PK ഫിറോസ്, യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള PK ഫിറോസ് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണയും എത്രയൊക്കെ ആളുകൾക്ക് സീറ്റ് നൽകും എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. 3 ടേം വ്യവസ്ഥ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലിക്കണമോ എന്ന കാര്യവും നാളത്തെ ഭാരവാഹി യോഗത്തിൽ പ്രധാന അജണ്ടയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട ചില ആളുകൾക്കൊഴികെ ബാക്കി 3 തവണ മത്സരിച്ച ആളുകളെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാലും PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തവണയും മത്സരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.